ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഇബാദത്താണ്. പഴയകാല ഫുഖഹാക്കൾ ഇബാദത്ത് നൽകിയ നിർവചനം അങ്ങനെയാണ്: കുല്ലു മാ അമറ അല്ലാഹു ബി, അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഇബാദത്താണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഇബാദത്തിന് നല്ലൊരു നിർവചനം നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞതിന് ശേഷം ശേഷക്കാരായ എല്ലാ ഉലമാക്കളും പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തൊരു നിർവചനമാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാ മിനൽ അഖ്വാലി വൽ അഫ്ആലി ളാഹിറത്തി വൽ ബാത്തിന. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് ഇബാദത്ത്. എല്ലാം അടങ്ങിയ ഒറ്റ പേരാണ് ഇബാദത്ത്. ഇസ്മുൻ ജാമിഉൻ, ഉൾക്കൊള്ളിക്കുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്ന ഒറ്റ പേര്. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനും പറയുന്ന ഒറ്റ പേര് ഇബാദത്ത്. വയർള, അള്ളാഹ് തൃപ്തിപ്പെടുന്ന എല്ലാത്തിനും പറയുന്ന ഒറ്റ പേരാണ് ഇബാദത്ത്. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? അത് വാക്കുകളാകട്ടെ, പ്രവർത്തനങ്ങളാകട്ടെ, പ്രത്യക്ഷത്തിലുള്ളതാവട്ടെ, പരോക്ഷത്തിലുള്ളതാവട്ടെ, എല്ലാം അതിന് പറയുന്ന ഒറ്റ വേർഡാണ് ഇബാദത്ത്.